ഹായ്, നമുക്ക് അടുത്തത് അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. ഞാനെന്നും എപ്പോഴും വഴുതനങ്ങ നിങ്ങൾക്ക് ഫ്രൈ ഉണ്ടാക്കി തിന്നല്ലേ കാണിച്ചു തന്നിട്ടുള്ളൂ. ഇനി ലൈവായിട്ട് ഞാനത് എങ്ങനെയാ ഫ്രൈ ആക്കണേന്ന് കാണിച്ചു തരാം കേട്ടോ. എന്താ വഴുതനങ്ങ വഴുതനങ്ങ മുറിച്ചു, അങ്ങനെ മുറിക്കണം. എന്നിട്ട് അതിന് നടുവെ കണ്ടിക്കണം കേട്ടോ. നടുവെ കണ്ടിച്ചു. നടുവെ കണ്ടിച്ചിട്ട് നമ്മളിത് കുരു ഒന്നും കളയണ്ട കേട്ടോ. ഈ കുരുവൊക്കെ നമുക്ക് അതായത് ഇങ്ങനെ ഫ്രൈ ആക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ കുരു എല്ലാം കൂടെ ഇതിലൊന്നും കളയേണ്ടതില്ലേ. ഒരു 3 പീസ്, ഒരു വഴുതനയുടെ കഷ്ണം 3 പീസാക്കി എടുക്കുക കേട്ടോ. കണ്ട ഇങ്ങനെ അങ്ങോട്ട് അരിയ. അപ്പൊ നമ്മുടെ വഴുതനങ്ങ അരിഞ്ഞ് ഇതാ 2-3 നീര് കഴുകി ഇതിലേക്ക് ഇടുക കേട്ടോ. ഇതിലേക്ക് വെക്കണം. നമുക്ക് തിരുമ്പണ്ടേ. മുളകും ഉപ്പുപൊടി മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നമുക്കിതിനെ തിരുമ്മ എടുക്കണം. കുറച്ച് ഉപ്പുപൊടി ഇട്ടു. ഇത് മീറ്റ് മസാലയാണേ. കുറച്ച് മസാലപ്പൊടി ചേർത്തു. വേണ്ട, കുറച്ച് മസാലപ്പൊടി, മുളക് പൊടി, ഇതിനപ്പോൾ നമുക്ക് ഇനി ഇത് കുഴച്ചെടുക്കണ്ടേ. അപ്പൊ അതിന് നമുക്ക് വിനാഗിരിയിൽ കുഴയ്ക്കാതെ. അപ്പൊ വിനാഗിരി ഒഴിക്കുമ്പോൾ അതിനൊരു പുളിയും ഒക്കെ ഇത് കിട്ടും കേട്ടോ. ഇതാണ്ട, ഇത് വിനാഗിരിയിൽ കുഴച്ചു. മതി. ഇപ്പൊ വിനാഗിരിയിൽ എണ്ണ ചൂടായി വരുന്നു കേട്ടോ. എണ്ണ ചൂടായി. നമുക്കിതിനെ അങ്ങനെ പറക്കി പീസ് കഷ്ണമായിട്ട് പറക്കിയിടാം. മീൻ കഷ്ണം പറക്കിയിടും പോലെയോ അല്ലെങ്കിൽ ഇതാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ അതിന്റെ ബാക്കി വരുന്ന ഗ്രേവി അതിന്റെ മുകളിലേക്ക് ഒന്ന് പതറി കൊടുക്കുക. പിന്നിപ്പോ നമുക്ക് ഇതൊന്ന് ഒന്ന് ചുങ്ങണം. വാടുമ്പോഴേക്കും ഇതൊക്കെ ഇതിന് പൈസ കിട്ടും. ഇതൊക്കെ ഇടാനുള്ള ഇതിനൊക്കെ വേവാനുള്ള സ്ഥലം കിട്ടും. ഇപ്പൊ നമുക്ക് ഇതിനെ അങ്ങോട്ട് ഒന്ന് അടച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം കേട്ടോ. ഞാൻ അടച്ചു. അവിടെ ഇരിക്കട്ടെ. അവിടെ ഇരുന്നൊന്ന് വാടട്ടെ. ഇപ്പൊ നമ്മുടെ വഴുതനങ്ങ എന്തായെന്ന് നോക്കാട്ടോ. വഴുതനയ്ക്ക് ഒന്ന് വാടി. അപ്പൊ നമുക്കിതിനെ മൊത്തത്തിൽ അങ്ങോട്ട് മറിച്ചിടാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. കൊതി വരും. അച്ഛന് ഇപ്പൊ തന്നെ ചോറ് കൊണ്ടുണ്ടായിരുന്നു. വേഗണേന് മുമ്പ് ഡോണ പറയുന്നു. വേഗട്ടരി പറഞ്ഞാൽ നീ ഇപ്പോഴേ കൊതിയാണ്ടിരിക്കുവേ. അവൾക്ക് ഇപ്പൊ തന്നെ ചോറ് കൊണ്ടണം. വേഗട്ടെ. ഇത് മാത്രം മതി. വേറെ ഒന്നും കൂട്ടണ്ട കേട്ടോ. എന്നാ പിന്നെ നമുക്കിത് മറച്ചിട്ടു. ഇനി ഇതിനെ നമുക്കൊന്ന് നമുക്കിതിലേക്ക് ഇച്ചിരി സവോളയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സവോളയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. ഇച്ചിരി കരിയാപ്പില കതറി കൊടുക്കാം. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് ആവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിതാ അവിടെ ഇരുന്ന് കേട്ടോ. വഴുതനങ്ങ ഫ്രൈ എന്തായിരുന്നു നമുക്ക് നോക്കാം. വണ്ടർഫുൾ. വഴുതനങ്ങയൊക്കെ നല്ലൊരു മസാലയുടെ ഇതിൻ്റെയൊക്കെ ഗ്രേവിയുടെ ഒക്കെ ഒരു മണം വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ നിർത്തിയേക്കാം അല്ലേ. അപ്പൊ എത്ര എളുപ്പല്ലേ.
സിമ്പിള് നമ്മൾ വഴുതനങ്ങ എടുത്ത് ഇതിലിട്ടു. ഇതിന്റെ ഒരു ഒരിച്ചിരി ഗ്രേവി മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. ഇത് കണ്ടു. എന്നാ പിന്നെ ഇനി നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ടേസ്റ്റ് നോക്കിയാലോ? ടേസ്റ്റ് നോക്കാല്ലേ നമുക്ക്? ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. ഹാ പറയാതിരിക്കാൻ വയ്യ. ടേസ്റ്റ് വണ്ടർഫുൾ. ഇന്ന് ഡോണ ഒരു പിടി. അപ്പൊ ഇത് എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും വഴുതനങ്ങ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കടകളിൽ കിട്ടും. എത്ര എളുപ്പമെന്നറിയാം. സാധാരണ നമ്മൾ വഴുതനങ്ങ എങ്ങനെ മെഴുക്ക് പറ്റത് നല്ല ടേസ്റ്റിയാണേ. ഞാൻ തമാശ പറയാലോ കേട്ടോ. അപ്പൊ പിന്നെ കണ്ട, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എന്നാ പിന്നെ ഇനി ഞാൻ മറ്റേ നമുക്ക് നമ്മുടെ ചാനലിന് വേണ്ടത് പറയണ്ടല്ലോ എല്ലാരും.